ചില ബേക്കറി ഐറ്റംസൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുക, ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്കിങ്ങനെ വെറൈറ്റി ഐറ്റംസ് തയ്യാറാക്കുന്നതിലും ഉണ്ടാക്കി കാണുന്ന സാധനങ്ങൾ തയ്യാറാക്കി നോക്കാനാണ് കൂടുതലിഷ്ടം. നിങ്ങളും അത്രക്കാരാണെങ്കിൽ ഇത് എളുപ്പത്തിലൊരു മാർബിൾ കേക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നന്നായി മിക്സായി വരികയുള്ളൂ. ഒരു സ്പൂണോ സ്പാച്ചിലയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ, മാറിപ്പോയത് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പറയുന്ന അളവുകളൊന്നും തെറ്റരുത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ മൈദ എടുത്തിട്ടുള്ള 1/2 കപ്പിൻ്റെ 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ മൈദ എടുത്ത അതേ അളവിൽ തന്നെ ചേർക്കണം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ഏകദേശം ഒരു 5-10 മിനിറ്റോളം നമുക്കിത് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത്. 1 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം, ഏകദേശം ഒരു മിനിറ്റ് മാത്രം നമുക്കിത് ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറച്ച് ചേർത്തിട്ട് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കാം. ഡയറക്ഷൻ മാറാൻ പാടില്ല. നമ്മൾ വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട് മാത്രം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാറ്റർ ഒരേ അളവിൽ 2 പാത്രങ്ങളിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഒന്നിൽ കൊക്കോ പൗഡറാണ് ചേർക്കേണ്ടത്. അങ്ങനെ ഒരേ അളവിൽ 2 പാത്രത്തിൽ ചേർത്തിട്ടുണ്ട്. ഒന്നിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ നമുക്ക് വൈറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ കൊക്കോ പൗഡറിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓരോ സ്പൂൺ മാറ്റി മാറ്റി ഒഴിച്ച് നമുക്കിത് ലെയറാക്കി മാറ്റിയെടുക്കാം. ഒഴിക്കുന്ന സമയത്ത് ഒരേ അളവിൽ തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ റൗണ്ട് ഷേപ്പിലേക്കായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ മിക്സും ഇതേപോലെ ഒഴിച്ചതിന് ശേഷം ഒരു ഈർക്കിളോ എന്തെങ്കിലും ഉപയോഗിച്ച് വെറുതെ ഒരു ഡിസൈൻ ചെയ്യുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രം. ഇങ്ങനെ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂടീൻ്റെ മുകളിലേക്ക് വെച്ച് 25 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഈർക്കിൾ ഉപയോഗിച്ച് നമുക്കിത് കുത്തി നോക്കുന്ന സമയത്ത് ഈർക്കിളിൻ്റെ മുകളിൽ പറ്റിയൊന്നും പിടിക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ 20-25 മിനിറ്റാണ് നമുക്ക് വേവിക്കേണ്ടത്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ കേക്ക്. നല്ല രസമാണ് കഴിക്കാനും. നമുക്ക് കടയിലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി നോക്കാൻ തോന്നാറില്ലേ? ഇനി നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.